എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ സത്യമേ പറയാവൂ. ഞാൻ സത്യമേ പറയൂ സാർ. ഓമനയും സണ്ണിയും തമ്മിൽ പ്രേമവിവാഹമായിരുന്നോ? അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഓ, ഔസേപ്പച്ചനും നിങ്ങളും തമ്മിൽ സാമ്പത്തികമായി വളരെയേറെ അന്തരമുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു വിവാഹം നടന്നുകൂടാ എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ചോദിക്കാം, ഈ വിവാഹത്തിന് പുറകിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, ചേച്ചിയുടെ കല്യാണം നടന്ന കാലത്ത് ഔസേപ്പച്ചൻ സാധാരണക്കാരനായിരുന്നു. എന്റെ മകളാണ് ഔസേപ്പച്ചന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമെന്ന് ഔസേപ്പച്ചൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഔസേപ്പച്ചനും നിങ്ങളും തമ്മിൽ ഇപ്പൊ അത്ര നല്ല രസത്തിലല്ല അല്ലേ? അല്ല. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 5 വർഷമായി. ഈ 5 വർഷത്തിനിടയ്ക്ക് നടന്ന പ്രധാന സംഭവങ്ങൾ ഒന്ന് ചുരുക്കി പറയാവോ? പറയാ സാർ. കമാ, പറയൂ. ഇങ്ങോട്ട് വാ, വാന്ന് ചെല്ലേ. ഇതെന്റെ മൂത്ത മകളോ ഓമന. മോളെ, കാപ്പി എടുത്തു കൊടുക്ക്. ആ, മോളകത്തേക്ക് പോ. എങ്ങനെയുണ്ട്? ചുമ്മാ ഇരിക്കടി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്റെ മകന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഇനി പെണ്ണിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്റെ തീരുമാനം എന്റെ മോൾ അനുസരിക്കും. എന്നാലും പെട്ടെന്നൊരു കെട്ട് നടത്തണമെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ. ഈ കാര്യത്തിൽ വളച്ചുകെട്ട് ഒന്നുമില്ല തോമാച്ച. എന്റെ മോന് പെണ്ണിനെ ഇഷ്ടപ്പെടണമായിരുന്നു, അവൻ ഇഷ്ടപ്പെട്ടു. ആ വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഇനി തോമാച്ചന്റെ തീരുമാനം പറഞ്ഞാ മതി. കെട്ട് വലിയ നോമ്പ് കഴിഞ്ഞു പോരെ? അതൊക്കെ തോമാച്ചന്റെ ഇഷ്ടം. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായി. സ്ത്രീധനത്തിന്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട. തോമാച്ചന്റെ മകൾ, തോമാച്ചൻ എന്ത് ഇഷ്ടമോ അത് ചെയ്യാം. ഇച്ചിരി കുറഞ്ഞാലും കൂടിയാലും ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് വിരോധമില്ല. ഗോഡ് ബ്ലസ് യു. അങ്ങനെ പരാതിയും കൊണ്ട് വന്നവൻ അകത്തായി. അങ്ങനെ വിസ്തരിച്ച് വിളിച്ചില്ല എന്ന് പറഞ്ഞവരാരും വരണ്ട. തോമാച്ച, 4:30 രാഹു തുടങ്ങും. അതിനു മുമ്പ് വീട്ടിൽ കയറണം. ശരി മോളെ, വാ, ഇറങ്ങാൻ നേരമായി. വാ.